ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ പത്തിരി, അതായത് നമ്മൾ തേങ്ങാപ്പത്തിരി എന്ന് പറയും. തേങ്ങാപ്പത്തിരിയും കൂടെ അതിന് കൂട്ടായിട്ട് ഒരു കപ്പക്കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിൽ ഒരു എളുപ്പത്തിലൊരു കപ്പക്കറിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ പത്തിരി ഉണ്ടാക്കി വെക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പത്തിരീൻ്റെ മാവ് കുഴച്ചെടുക്കുക. അതിനായിട്ട് നമ്മൾ കുറച്ച് നാളികേരണ്ട ഞാനിവിടെ എടുത്തത്. ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി നാളികേരാണേ. അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചെറിയ ഉള്ളിയിൽ നമ്മൾ ഇതിലൊക്കെ അരയ്ക്കുന്ന ചെറിയ ഉള്ളി, ആ ഒരു ചെറിയ ഉള്ളി ഒരു 4 അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഉള്ളി മതി. പിന്നെ നമുക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് പത്തിരിയിലേക്ക് കുഴച്ച് മാറ്റേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അരയ്ക്കേണ്ട, നമ്മൾ കൂട്ടാനിലൊക്കെ അരയ്ക്കുന്ന പോലെ അത്ര അരയേണ്ട. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതുക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പത്തിരീൻ്റെ മാവ് കുഴച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് പൊടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിത് നാളികേരം, നമ്മൾ ചതുക്കി വെച്ച നാളികേരം ഉണ്ടല്ലോ, അരഞ്ഞ് കിട്ടണ്ട കേട്ടോ. ഒരു നന്നായിട്ടൊന്ന് ആ ഉള്ളി ഒന്ന് ചതുങ്ങി കിട്ടുന്ന തക്കത്തിൽ ഒന്ന് നാളികേരം അരച്ച് കിട്ടിയാൽ മതി. അത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മാവിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി ഞാൻ അളന്നെടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ്സോളം ഞാൻ പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പത്തിരിപ്പൊടി നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്ത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിന് നിങ്ങൾ ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്യാസ് കത്തിക്കേണ്ട കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ആ പത്തിരിപ്പൊടി ഇതിലേക്ക് കലക്കിയെടുക്കുക. നന്നായിട്ട് കട്ടല്ലാണ്ട് കലക്കിയെടുക്കുക. കലക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വിരകിയെടുക്കണം. അതായത് നമ്മൾ പത്തിരിക്കൊക്കെ സാധാരണ വിരകി പത്തിരി ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ വിരകിയെടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കൈവിടാതെ ഇതുപോലെ മെല്ലെ മെല്ലെ ഇളക്കിയെടുക്കുക. അപ്പോൾ പത്തിരിപ്പൊടി ആയത് കാരണം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്ക് ഇതൊന്ന് കുറുകി വരും. നന്നായിട്ടൊന്ന് വിരകിയെടുക്കാൻ പോവാണ്. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ നാളികേരത്തിൻ്റെയും ആ ഉള്ളിയും ജീരകമൊക്കെ അരച്ച നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ടേസ്റ്റല്ല, അതിലും കൂടുതൽ ടേസ്റ്റാണ് ഈ പത്തിരിക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലാണ് വരിക. ഈ ജീരകവും ഉള്ളിയൊക്കെ ഇതിൽ കിടന്ന് വേവിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. പക്ഷേ ജീരകത്തിൻ്റെ ഉള്ളിയുടെ ആ ഒരു കഷ്ണങ്ങളൊന്നും ഇതിലുണ്ടാവാൻ പാടില്ല. നാളികേരത്തിൽ നന്നായിട്ടൊന്ന് ചതുക്കിയെടുക്കണം. ഉള്ളി തീരെ കാണാൻ പാടില്ല കേട്ടോ. ജീരകം പിന്നെ ഒരുപാട് അരയൂല, എന്നാലും ഒന്ന് ചതുങ്ങി വരും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മാവൊന്ന് വിരകി ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ. അതായത് പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം. നോൺ സ്റ്റിക്കിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ താഴെ ഇങ്ങനെ പിടിക്കാണ്ട് ഒട്ടാണ്ട് നമുക്കിങ്ങനെ കിട്ടും. അതിന് നോൺ സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഒരു കപ്പ, ഒരു ചെറിയൊരു കഷ്ണം കപ്പയാണ് ഞാനിവിടെ എടുത്തത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കപ്പ എടുക്കാം. അപ്പോൾ എനിക്ക് അത്ര കുറച്ച് മതി കറി, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ. ഇത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് തണിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് ചെയ്യാം. ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് തോലൊന്ന് പോക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. നമ്മൾ സാധാരണ കപ്പ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്തൊന്ന് എടുക്കുക. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇത്ര കഷ്ണം മതി കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തൊന്ന് എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും കഴിയും, പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെല്ലാ ദിവസവും സ്റ്റൂ ഒക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ സ്റ്റൂ ഒക്കെ മാറ്റിയിട്ടൊന്ന് കപ്പക്കറി ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിഭാഗം കഴിയുന്ന എടുക്കണ്ട കേട്ടോ. കുറച്ച് ഉറപ്പുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. താഴെ ഭാഗം കുറച്ച് കട്ടിയുണ്ട് എനിക്ക്, അപ്പോൾ ഞാൻ മാക്സിമം നിന്ന് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ ബാക്കി. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ആവി വെന്തതിന് ശേഷം നമുക്കൊന്ന് വിസിലിട്ട് ഒരു 1-2 വിസിലൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഈ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് മാവ് നന്നായിട്ടൊന്ന് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. നല്ല ചൂടിൽ നന്നായി തണിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഒരുവിധം ചൂട് പോയിട്ടേ ഉള്ളൂ, എന്നാലും ഇപ്പോൾ ചൂടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം മാവ്. നന്നായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ചൂട് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് എല്ലാ മാവും കൂടി ഒന്നിച്ച് വെച്ചു. എന്നിട്ട് നമുക്ക് അത് ബോൾസാക്കി വെക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരത്തുന്ന സമയത്ത് തന്നെ ബോൾസാക്കി എടുക്കാം. ഇനി നമുക്ക് പത്തിരീൻ്റെ പണിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു കവർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വാഴേൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ വാഴേൻ്റെ ഇല എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഒരു കവർ എടുത്തിട്ട് ഇതുപോലെ പത്തിരി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പത്തിരി പരത്തുകയാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. നമ്മൾ ഈ ഭാഗത്തോണ്ട് ഒന്നിങ്ങനെ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് പത്തിരി കിട്ടും. ഇത് നല്ല സോഫ്റ്റ് പത്തിരി ആയതുകൊണ്ട് നമുക്ക് കുഴച്ച് ഇതുപോലെ കൈ വെച്ചാൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പെട്ടെന്ന് കഴിയും. കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. വാഴേൻ്റെ ഇലയൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് വാഴേൻ്റെ ഇല കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ തൽക്കാലം ഒരു കവറിൽ വെച്ചിട്ടാണ് പരത്തിയത്. എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ദോശക്കല്ലിൽ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ പറ്റിയിട്ട് ഇതൊന്ന് പത്തിരിന്ന് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. ഇനി ഇതുപോലെ പത്തിരി കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ സാധാരണ മാവ് എടുത്തിട്ട് ഇതുപോലെ കവറിൽ വെച്ചിട്ട് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പരന്ന് വരും കേട്ടോ. കൈ വെച്ചിട്ടൊന്ന് പരത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. എളുപ്പമാണ്, പത്തിരി എളുപ്പമാണ്. നമ്മൾ വിരൽ വെച്ച് പരത്തല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ ഫസ്റ്റിലത്തെ വിരലിൻ്റെ ആ താഴെ ഭാഗം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്താൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. കുറച്ച് എണ്ണ മുകളിലാക്കിയിട്ട്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ നല്ലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക, റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പത്തിരി ഒന്ന് റൗണ്ടായിട്ട് കിട്ടും. കണ്ടോ, പത്തിരി ഒന്ന് ഇങ്ങോട്ട് നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും മതി. പത്തിരിയൊക്കെ നമ്മൾ ചുട്ടെടുത്ത് നമ്മളെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്തെടുക്കാം. ഇനി പത്തിരി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് നമുക്ക് നന്നായി ചുട്ടെടുക്കാം. ആവശ്യമുള്ളവർ വേണമെങ്കിൽ എണ്ണയൊക്കെ അതിലേക്ക് കുറച്ച് ഒഴിച്ചൊക്കെ കൊടുത്തിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ഇനി എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ ഈ പത്തിരി ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. ആ ഉള്ളീൻ്റെ ജീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പത്തിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള പത്തിരിയാണ്. നമ്മൾ സാധാരണ മാവ് വാട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന പത്തിരിനേക്കാളും നല്ല ടേസ്റ്റാണിത്. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ ഒഴിക്കുക. അപ്പോൾ കുറച്ച് എണ്ണ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് ഒന്ന് മറച്ചിട്ട് ഞാൻ മറ്റേ ഭാഗത്തും കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഞാനത് പത്തിരിയൊക്കെ ഓരോന്നാക്കി ചുട്ടെടുക്കുകയാണ്. ഇതൊരേ സമയത്ത് തന്നെ നമുക്ക് വേഗം ചെയ്ത് തീരും. ഇനി നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ട് ഇനി നമുക്ക് കറിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കപ്പ വെന്തോ നോക്കാം കേട്ടോ. അപ്പോഴേക്ക് 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്, തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കപ്പ ഒന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു. പക്ഷെ ഉടഞ്ഞിട്ടൊന്നുമില്ല കപ്പ. നന്നായിട്ടൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ചട്ടിയിലിട്ട് വേവിക്കുമ്പോൾ ഒന്നും കൂടി വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത്ര മതി വെന്തു. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിവാക്കി കളയണം. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിവാക്കിയിട്ട് ഈ കപ്പ മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് എക്സ്ട്രാ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് കറി വേണമല്ലോ. കറി ആവണമെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ കപ്പയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കതിലേക്ക് വേണമെങ്കിൽ കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചില കപ്പ ഒരൊറ്റ വിസിലിന് തന്നെ നമ്മൾ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്
അത്ര ഉടഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തത് നല്ല കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മുളക് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കറി ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കി കഴിയും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായി തിളയ്ക്കണം. തിളച്ചിട്ട് ഈ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് ഈ കപ്പയിലേക്കൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ടെ. കുറച്ച് നേരം തിളച്ച് വരണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. ഉപ്പ് വേണം, എന്തായാലും കുറച്ച് ഉപ്പ് വേണം. പിന്നെ കുറച്ച് കപ്പയിൽ ഉപ്പ് ഉണ്ടാവും, പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് നോക്കുക. ഇനി നമുക്കതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഞാൻ നടുവായിട്ട് 2 കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ എരിവ് കുറവായതുകൊണ്ട് ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൂപ്പർ കറിയാണ് ഈ കപ്പക്കറി, നല്ല ടേസ്റ്റാണ്. ഈ പത്തിരിക്ക് കപ്പക്കറി നല്ല ടേസ്റ്റാണ്. ഇതൊരു നാടൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കപ്പക്കറി നല്ല ടേസ്റ്റ്. ഈ കപ്പക്കറി, ഈ പത്തിരി ഇല്ലെങ്കിലും കപ്പക്കറി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കപ്പ ഇങ്ങനെ കുറച്ച് വറ്റിച്ചെടുക്കുകയാണെങ്കിലും, കറി അല്ലാതെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഈ കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പച്ച വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കടുകൊന്നും വറവിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളെ കറിയും പത്തിരിയും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. അപ്പോൾ ഞാൻ വേഗം വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ടുണ്ട് കറി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂസാക്കാം. അപ്പോൾ ഞാൻ ഇത്ര കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി കറി മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൂപ്പർ കറിയും പത്തിരിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇതുപോലെ പത്തിരിയും കറിയും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല നാടൻ തേങ്ങാപ്പത്തിരിയും നല്ല നാടൻ കപ്പ കറിയാണിത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കുക. നല്ല സോഫ്റ്റാണ്. കൈകൊണ്ട് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, സോഫ്റ്റ് പത്തിരിയാണ്. തീരെ ഉറപ്പുണ്ടാവില്ല. നാളികേരത്തിൻ്റെ ആ ടേസ്റ്റും ഉള്ളീൻ്റെയും ജീരകമൊക്കെ ടേസ്റ്റും നല്ല രസമാണ്. അപ്പോൾ ലേശം കൂടി എണ്ണയൊക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് മൊരിയിപ്പിച്ചെടുത്താൽ അതിലും കൂടുതൽ ടേസ്റ്റാണ്. ഞാൻ അത്രമാത്രം എണ്ണയൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പത്തിരി കണ്ട എത്ര സോഫ്റ്റാണ്, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റുള്ള പത്തിരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി പത്തിരിയും കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാം കയറി കാണുക. അപ്പോൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ പത്തിരി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള പത്തിരി, ഇഷ്ടപ്പെടാത്തവർക്കും ഈ പത്തിരി ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറിയും പത്തിരിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.